ഖജുറാഹോ ശില്പങ്ങളുടെ, സാഞ്ചിയിലെ ബുദ്ധ മഹാസ്തൂപയുടെ, ഹിന്ദുസ്ഥാനി ഇൻഡോർ ഘരാന സംഗീതത്തിൻ്റെ ജന്മഭൂമിയിലേക്ക്, മധ്യപ്രദേശിൻ്റെ ഏറ്റവും വലിയ നഗരമായ ഇൻഡോറിലേക്ക് സ്വാഗതം. സ്കൂൾ ടു IIM അവതരിപ്പിക്കുന്ന IPM at IIM സീരീസിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് IIM ഇൻഡോറിനെയാണ്. കേരളത്തിൽ നിന്നും IIM ഇൻഡോറിലേക്ക് രണ്ട് രീതിയിൽ യാത്ര ചെയ്യാവുന്നതാണ്, ബൈ എയർ ആൻഡ് ബൈ റെയിൽവേ. ഇനി ബൈ എയർ ഓർ ഫ്ലൈറ്റ് ആണെങ്കിൽ കേരളത്തിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഒന്നുമില്ല, എല്ലാം കണക്ഷൻ ഫ്ലൈറ്റ്സ് ആണുള്ളത്. ആൻഡ് കൂടുതലും ഫ്ലൈറ്റ്സും കൊച്ചിയിൽ നിന്നുമാണുള്ളത്. ഇൻഡോർ എയർപോർട്ടിൽ നിന്നും IIM ഇൻഡോറിലേക്ക് ഏകദേശം 17 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇനി റെയിൽ മാർഗം വഴിയാണെങ്കിൽ കേരളത്തിൽ നിന്നും ഇൻഡോറിലേക്ക് ഓടുന്ന ട്രെയിൻ കൊച്ചുവേളി ഇൻഡോർ വീക്ക്ലി എക്സ്പ്രസ് ആണ്. ഓൾമോസ്റ്റ് 40 hours ജേർണി ഉണ്ട്. ഇനി ഇൻഡോർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും IIM ഇൻഡോറിലേക്ക് ഏകദേശം 16 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്. നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്നത് പോലെ ഫസ്റ്റ് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വൈ സ്റ്റഡി ഇൻ IIM ഇൻഡോർ ഓർ പ്ലാനറ്റ് ഐ as the IIMians call it. So IIM ഇൻഡോർ ഒരു ഫസ്റ്റ് ജനറേഷൻ IIM ആണ് and it was established in 1996. And IIM Indore was established as an institution of excellence. And faculty case parayanengil, it has highly competent faculties with even association with Harvard Business School. IIM Indore also has continuous foreign collaboration with universities all across the globe. Some of the examples are Frankfurt Institute of Finance and Management, Germany, Munich Business School, Germany, and Vienna School of Economics and Management, Austria. ഇനി NIRF റാങ്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ NIRF അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ മാനേജ്മെന്റ് കാറ്റഗറിയിൽ IIM ഇൻഡോറിൽ 7th റാങ്ക് ആണ് ഉള്ളത്. ആൻഡ് IIM ഇൻഡോർ ഓൾസോ ഹാസ് എ ക്യാമ്പസ് ഇൻ മുംബൈ. So now let's talk about the facilities available in IIM Indore. Spread across 193 acres atop a scenic hillock, it is a sight to behold. IIM Indore has state-of-the-art infrastructure, architecture, structural design, and facilities. The institute also has world-class lecture theatres, well-equipped gyms, and extended sports facilities for everyone. Academic facilities include computer labs, sophisticated finance labs, syndicate rooms, lecture theatres, and faculty cabins. Now, if you talk about sports and recreation facilities, we have everything going on in IIM Indore. You name it, you have it. You have a billiards room, a squash court, then you have 2 swimming pools, basketball courts, cricket stadiums. And if we talk about residential infrastructure, every individual hostel room is furnished with tea coats and mattresses, a computer table, chairs, closets, and shelf. So you have everything you need in your hostel room itself. So these are some of the facilities that is available in IIM Indore. ഇനി നമുക്ക് ഈ വീഡിയോ നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാൻ തീരുമാനിച്ചത് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. സോ IPM. സോ വാട്ട് ഈസ് IPM? IPM ആദ്യമായിട്ട് IIM ഇൻഡോർ ആണ് 2011 ലോഞ്ച് ചെയ്തത്. സോ IIM ഇൻഡോർ വാസ് ദ ഫസ്റ്റ് IIM ടു ലോഞ്ച് IPM in 2011. സോ ഇത് കമ്പാരിറ്റീവ്ലി ഒരു ന്യൂ പ്രോഗ്രാം ആണ്. സോ വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് എ 5-year integrated program in management. And ഇനി ഇതിൽ ആർക്ക് ജോയിൻ ചെയ്യാം? സോ ഇറ്റ് ഈസ് എയിംഡ് അറ്റ് സ്റ്റുഡൻസ് ആഫ്റ്റർ ക്ലാസ് 12. സോ +2 ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് IIM പഠിക്കാനുള്ള ഒരു അവസരമാണ് IPM ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രോഗ്രാം സ്ട്രക്ചർ മനസ്സിലാകാം. സോ ഈ 5 years എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ടോട്ടൽ ഓഫ് 15 terms. ആൻഡ് ഓരോ കൊല്ലവും യു ഹാവ് 3 terms of 3 months. അപ്പോൾ എവറി ഇയർ 3 term ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആൻഡ് 3 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഓരോ ടേം. സോ ടോട്ടൽ 5 years യു ഹാവ് 15 terms. ഇനി ഈ മൊത്തം 5 years ഇസ് ഡിവൈഡഡ് ഇൻടു 2. അപ്പൊ നമുക്ക് ആദ്യത്തെ 3 years നിങ്ങൾക്ക് കൂടുതലും ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് ഫൗണ്ടേഷൻ ആണ്, ഒരു ഫൗണ്ടേഷൻ ലെവൽ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദി ലാസ്റ്റ് 2 years വിൽ ബി മാനേജ്മെന്റ് അഥവാ ഒരു നോർമൽ MBA അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം കോഴ്സ് പോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് 2 years. സോ ഇത് കഴിഞ്ഞതിന് ശേഷം 5-year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് 2 degrees. ഒന്ന് യു ഗെറ്റ് ബാച്ചുലർ ഓഫ് ആർട്സ് ഇൻ ഫൗണ്ടേഷൻ ഓഫ് മാനേജ്മെന്റ് ആൻഡ് സെക്കൻഡ് വൺ യു ഗെറ്റ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ PGP ഡിഗ്രി.
സോ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ഇയേഴ്സിന് ശേഷം യു ഹാവ് എൻ എക്സിറ്റ് ഓപ്ഷൻ. സോ ഇന്ത്യയിലുള്ള മിക്ക ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസിനും ഈ ഒരു പ്രൊവിഷൻ അവൈലബിൾ ആണ്. സോ ആഫ്റ്റർ 3 ഇയേഴ്സ് യു ക്യാൻ വോളണ്ടറിലി എക്സിറ്റ് ആൻഡ് ഗെറ്റ് ദി ബാച്ചുലേഴ്സ്. എന്നിട്ട് മാസ്റ്റേഴ്സ് ഇതുപോലെ നിങ്ങൾക്ക് വേറെ ക്യാറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻട്രൻസ് ചെയ്തിട്ട് യു ക്യാൻ സ്റ്റഡി ഇൻ അതർ IIMs അല്ലെങ്കിൽ ഫോറിൻ പ്ലാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ IPM കോഴ്സിന്റെ ഒരു ബേസിക് ഡിസൈൻ അല്ലെങ്കിൽ ഒരു ബേസിക് പ്രോഗ്രാം സ്ട്രക്ചർ മനസ്സിലാക്കാം. അപ്പൊ ഈ ബേസിക് ഡിസൈൻ ഇപ്പൊ IIM ഇൻഡോർ 2016-17 കരിക്കുലം റിവൈസ് ചെയ്തിട്ട് ഈ ഒരു ബേസിക് ഡിസൈനിലോട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ ബേസിക്കലി ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻടു 3. വി ഹാവ് ദി മെയിൻ പില്ലേഴ്സ്, വി ഹാവ് ദി എനേബിളേഴ്സ് ആൻഡ് വി ഹാവ് ദി എൻഹാൻസേഴ്സ്. അപ്പോ മെയിൻ പില്ലേഴ്സ് എന്ന് പറയുന്നത് എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സോഷ്യൽ സയൻസസ്. എനേബിളേഴ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് കുറച്ച് ബ്രിഡ്ജ് കോഴ്സസ്. ആൻഡ് ദെൻ വി ഹാവ് ദി എൻഹാൻസേഴ്സ്. അതിൽ കൂടുതലും ലാംഗ്വേജ്, പിന്നെ ആർട്സ്, ഫൈൻ ആർട്സ്, സ്പോർട്സ്, ആ കാര്യങ്ങളാണ് എൻഹാൻസേഴ്സിൽ വരുന്നത്. ഇനി നമുക്ക് 1 by 1 ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. So first of all, we have the main pillars, that is economics, mathematics, statistics and humanities and social sciences. IIM ഇൻഡോറിൽ എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇത് മൂന്നും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഇതിന്റെ അടിയിലുള്ള ടോപ്പിക്സ് ഒക്കെ വരുന്നത്. സോ ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് വൺ മെയിൻ സബ്ജക്ട് ഇറ്റ് സെൽഫ്. ആൻഡ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസിന് അതിൻ്റെതായ സെപ്പറേറ്റ് ആയിട്ടുള്ള കുറച്ച് കോഴ്സസ് അടിയിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ഈ എക്കണോമിക്സ്, മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിയിൽ വരുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അണ്ടർ എക്കണോമിക്സ്, മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, സം ഓഫ് ദി കോഴ്സസ് ആർ ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, game theory, optimization, mathematical modeling, micro and macro economics. Then we have Indian economy, econometrics, international trade, linear programming and environmental economics. ഇത് ഒരു 10 മെയിൻ ടോപ്പിക്സ് ആണ്. ഈ 3 ഏരിയയിലും കൂടി IIM ഇൻഡോർ ഓഫർ ചെയ്യുന്ന കുറച്ച് പേപ്പേഴ്സ്. ഇത് മൂന്നും ഭയങ്കര ഒരു ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഈ എല്ലാ സബ്ജക്ട്സും ഒരേ കാറ്റഗറിയിൽ ഇവർ മെൻഷൻ ചെയ്യുന്നത്. എക്കണോമെട്രിക്സും ആണെങ്കിൽ എക്കണോമിക്സും ആണ്, പക്ഷെ ഇറ്റ് ഹാസ് മാത്തമാറ്റിക്സ് ആസ് വെൽ. ആൻഡ് ഈവൻ ഇന്റർനാഷണൽ ട്രേഡും ആണെങ്കിലും എക്കണോമിക്സും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ യൂസേജ് ഒക്കെ അവിടെ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇത് മൂന്നും ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ട് ഇതിന്റെ അടിയിൽ ഒരേപോലെ കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത 4th പില്ലർ ആയ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസിൽ ഏതൊക്കെ കോഴ്സസ് ആണ് കവർ ചെയ്യുന്നത് എന്ന് നോക്കാം. സോ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് ഈ കാണുന്ന കോഴ്സസ് ഒക്കെയാണ് അവർ ഓഫർ ചെയ്യുന്നത്. സോ ഇതെല്ലാം ഇതൊക്കെ ഫസ്റ്റ് 3 ഇയേഴ്സിൽ വരുന്ന കോഴ്സസ് ആണ് ഇതെല്ലാം. ആൻഡ് PGP അല്ലെങ്കിൽ ഫൈനൽ 2 ഇയേഴ്സ് ആകുമ്പോൾ അതൊരു MBA കോഴ്സ് സിലബസ് തന്നെയായിരിക്കും ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇതിപ്പോ ഫസ്റ്റ് 3 ഇയേഴ്സ് ഫൗണ്ടേഷൻ ലെവൽ ആയതുകൊണ്ടാണ് ഇതെല്ലാം ബേസിക്സ് മാത്രം പറയുന്നത്. അപ്പോൾ എല്ലാത്തിന്റെ ഈവൻ മാത്സ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ആണെങ്കിലും ആ ഒരു ഫൗണ്ടേഷൻ കോഴ്സസ് ആയിരിക്കും കൂടുതൽ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈവൻ സോഷ്യൽ സയൻസസിൽ തന്നെ ആദ്യം തന്നെ വി ഹാവ് ഇൻട്രൊഡക്ഷൻസ് ടു സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഫിലോസഫി. പിന്നെ ഇൻ പൊളിറ്റിക്കൽ സയൻസിൽ വി ഹാവ് പൊളിറ്റിക്കൽ തിയറി, വേൾഡ് ഹിസ്റ്ററി ആൻഡ് പബ്ലിക് പോളിസി. പിന്നെ ദേ ഓൾസോ ഹാവ് എ പേപ്പർ ഓൺ റിസർച്ച് മെത്തഡോളജി. പിന്നെ ദേ ആർ ടച്ചിങ് അപ്പോൺ ലോ ആൻഡ് ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് ആസ് വെൽ. അപ്പോൾ ഈ കോഴ്സസ് എല്ലാം ആണ് മെയിൻ പില്ലേഴ്സിൽ ഫസ്റ്റ് 3 ഇയേഴ്സിൽ IIM ഇൻഡോർ ഫോളോ ചെയ്യുന്ന ഒരു സിലബസ്. ഇനി സെക്കൻഡ് ഡിവിഷൻ ആയ, അപ്പൊ നമ്മൾ മെയിൻ പില്ലേഴ്സ് കവർ ചെയ്തു. ഇനി സെക്കൻഡ് ഡിവിഷൻ ആയ എനേബിളേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പൊ എനേബിളേഴ്സിൽ വരുന്ന ഒരു കോഴ്സസ് ആൻഡ് കുറെ ഒരു സോഫ്റ്റ് സ്കിൽസ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്കിൽസിന് വേണ്ടിയിട്ടാണ് ഈ എനേബിളേഴ്സും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ വി ഹാവ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ള കോഴ്സസ് ആൻഡ് ട്രെയിനിങ്. And then we have information system again we have courses on it. And then we have bridge courses ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അഗൈൻ ഇതെല്ലാം ഈ ഒരു PGP അല്ലെങ്കിൽ MBA ലെവലിലോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരുന്ന കുറച്ചൊരു ഫൗണ്ടേഷൻ കോഴ്സസ് ആണ് ഈ ബ്രിഡ്ജ് കോഴ്സസ്. സോ അതും നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ട് ചൂസ് ചെയ്യാം. വി ഹാവ് ബിസിനസ് ഹിസ്റ്ററി, പിന്നെ ബിസിനസ് ഗവർണൻസ് ആൻഡ് സൊസൈറ്റി, പിന്നെ അഗൈൻ വി ഹാവ് ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഇതൊക്കെയാണ് എനേബിളേഴ്സിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ബ്രിഡ്ജ് കോഴ്സസിന്റെ അടിയിൽ കൊടുക്കുന്ന കോഴ്സസ്. ഇനി നമുക്ക് നെക്സ്റ്റ് എൻഹാൻസേഴ്സിനെ പറ്റി നോക്കാം. എൻഹാൻസേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റിന്റെ അക്കാഡമിക് അല്ലാതെയുള്ള വീണ്ടും സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് ഫൈൻ ആർട്സിന്റെ ഡെവലപ്മെന്റ് ഒക്കെയാണ് എൻഹാൻസേഴ്സിലൂടെ IIM ഇൻഡോർ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് IIM ഇൻഡോർ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു മേജർ ഒരു ഇതെന്ന് പറയുന്നത് ലാംഗ്വേജ് ട്രെയിനിങ് ആണ്. അപ്പൊ കൂടുതലും ബിക്കോസ് ദേ ഹാവ് ഒരു ഭയങ്കര ഒരു വൈഡ് റേഞ്ച് ഓഫ്
ഫോറിൻ കൊളാബറേഷൻ ആൻഡ് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ഫോറിൻ ലാംഗ്വേജ് ലേണിംഗ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് IIM ഇൻഡോർ സിലബസിൽ. അപ്പോൾ ലാംഗ്വേജിൽ തന്നെ യു ഹാവ് മെനി ഓപ്ഷൻസ്. ഇംഗ്ലീഷ്, ഒബ്വിയസ്ലി വി നീഡ് ടു നോ ഇംഗ്ലീഷ്. പിന്നെ വി ഹാവ് ദി ഓപ്ഷൻ ടു സ്റ്റഡി ഫ്രഞ്ച്, സ്പാനിഷ് ആൻഡ് ജർമ്മൻ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഫൈൻ ആർട്സ് ഡെവലപ്മെന്റ്, മ്യൂസിക്, ഡ്രാമ, അതുപോലെ തന്നെ നമ്മളുടെ സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ്, യോഗ, ഇതെല്ലാം ഈ എൻഹാൻസേഴ്സിലൂടെ ഒരു സ്റ്റുഡന്റിന്റെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനെയാണ് IIM ഇൻഡോർ അവരുടെ ഈ ഒരു IPM എന്നൊരു റിഗറസ് പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം കവർ ചെയ്തത് ഫസ്റ്റ് 3 years വരുന്ന കോഴ്സസ് ആയിരുന്നു, ഓൾ ഫൗണ്ടേഷൻ ബേസിക് ലെവൽ കോഴ്സസ്. ഇനി PGP ലെവൽ അഥവാ MBA ലെവലിൽ വരുന്ന കോഴ്സസ് നോക്കാം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ IIM ഇൻഡോറിന്റെ PGP ലെവൽ എന്ന് പറയുന്നത് ഒരു CAT എഴുതി വന്ന് ഡയറക്റ്റ് MBA കയറുന്ന സ്റ്റുഡൻസിന്റെ കൂടെ തന്നെ ആയിരിക്കും ഈ IPM കോഴ്സിന്റെ ഫൈനൽ 2 years ഉള്ള സ്റ്റുഡൻസും ഇരിക്കുന്നത്. അപ്പൊ ഇവർ ഒരേ ക്ലാസ്സിലും ഒരേ സിലബസും കാര്യങ്ങളായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിലെ സം ഓഫ് ദി കോഴ്സസ് ആർ ഇതൊക്കെ കുറച്ചുകൂടി ഹൈ ലെവൽ ആയിരിക്കും. ഫസ്റ്റ് 3 years നിങ്ങൾ ബേസിക്സ് ആണ് പഠിച്ചത്. ഇപ്പോൾ MBA എത്തുമ്പോൾ ഒബ്വിയസ്ലി ഇതൊരു ഹയർ ലെവലിലായിരിക്കും, മാസ്റ്റേഴ്സ് ലെവലിലായിരിക്കും നിങ്ങൾക്ക് കോഴ്സസ് ഉണ്ടാവുക. സോ സം ഓഫ് ദി കോഴ്സസ് ആർ എക്കണോമിക്സ്, finance and accounting, humanities and social sciences, information system, marketing, then we have strategy. പിന്നെ ഫൈനൽ ഇയർ ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് വരും. സോ വി ഹാവ് റൂറൽ ഇമേർഷൻ പ്രോഗ്രാം, ഹിമാലയ ഔട്ട്ബൗണ്ട് പ്രോഗ്രാം, പിന്നെ ഇൻഡസ്ട്രി വിസിറ്റ് വർക്ക്ഷോപ്പ്, പിന്നെ അതർ ഓപ്ഷണൽ വർക്ക്ഷോപ്സ്. സോ ഈ ഫൈനൽ 2 years എന്ന് പറയുന്നത് കൂടുതലും ഒരു അക്കാഡമിക്സ് പ്ലസ് ഒരു പ്രാക്ടിക്കൽ ലെവലിലായിരിക്കും. അപ്പൊ യു ഹാവ് മോർ ഓഫ് ഈ ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, മോർ ഓഫ് പ്ലേസ്മെന്റ്, സമ്മർ പ്ലേസ്മെന്റ്സ്, ഇന്റേൺഷിപ്പ്, പ്രോജക്ട്സ്, ഇതെല്ലാം കൂടുതലും വരുന്നത് ഈ ഫൈനൽ 2 yearsലായിരിക്കും. നിങ്ങളൊരു PGP അല്ലെങ്കിൽ MBA ലെവലിലായിരിക്കും ഈ ഒരു കോഴ്സസ് ആണെങ്കിലും ഈ കൂടുതൽ പ്രോജക്ട്സും ഇന്റേൺഷിപ്സ് ഒക്കെ ഒരു ഹയർ ലെവലിൽ നിങ്ങൾക്ക് ഉണ്ടാവാം ഈ ഫൈനൽ 2 yearsലായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ കോഴ്സ് ഫീസിനെ പറ്റി ചർച്ച ചെയ്യാം. ലൈക്ക് എനി അതർ IIM ഓർ IITs, കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ്. സോ ഫസ്റ്റ് 3 yearsൽ നിങ്ങൾക്ക് ഒരു 4 lakh per year ആണ് നിങ്ങളെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. ആൻഡ് അപ്പോൾ ഒരു 3 years കഴിയുമ്പോഴത്തേക്കും 3 yearsന് മാത്രം നിങ്ങൾക്ക് 12 lakh ആകും. ആൻഡ് ലാസ്റ്റ് 2 yearsന് ബിക്കോസ് അത് നിങ്ങൾ സെയിം ഒരു PGP ലെവൽ അല്ലെങ്കിൽ ഒരു MBA ലെവലിലായതുകൊണ്ട് തന്നെ ആ PGP അല്ലെങ്കിൽ MBAയുടെ പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന അതേ ഫീസ് തന്നെയായിരിക്കും ഒരു IPM പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന കുട്ടിക്കും വരുന്നത്. സോ ലാസ്റ്റ് 2 years നിങ്ങൾക്ക് സെയിം ആസ് PGP ആയിരിക്കും. സോ 8,05,000 per annum ആണ് നിങ്ങൾക്ക് ഫൈനൽ 2 years ആകുന്നത്. അപ്പൊ ഫൈനൽ 2 years കഴിയുമ്പോഴത്തേക്കും ഒരു 16,10,000 നിങ്ങൾക്ക് ഫീസ് വരും. പക്ഷെ ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ IIMസും IITസും ഇത്രയും ഫീസ് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് ദേ ഹാവ് ദി ഇന്ത്യയിലെ തന്നെ ഏറ്റവും കോമ്പറ്റന്റ് ഫാക്കൽറ്റി ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്, ഇന്റർനാഷണൽ കൊളാബറേഷൻ ഉണ്ട്. ഈവൻ IIM ഏതെങ്കിലും IIM അല്ലെങ്കിൽ IITs നിന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആ ഒരു ബ്രാൻഡ് വാല്യൂ ആൻഡ് നിങ്ങളുടെ ആസ് എ പേഴ്സൺ തന്നെ ആ ഒരു പ്ലേസ്മെന്റിനൊക്കെ ഇരിക്കുമ്പോൾ വാല്യൂ ഇസ് വെരി ഡിഫറെന്റ് than passing out from other universities or colleges. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഫീസ് ഒക്കെ ഇത്രയും മേടിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ വി ഹാവ് സോ മെനി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓപ്ഷൻ. ഇപ്പോ കുറെ പ്രൈവറ്റ് സ്കോളർഷിപ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ കുറെ ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്സ് ഉണ്ട്. അല്ലാതെ തന്നെ അവിടെ ക്യാമ്പസിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ യു ഹാവ് സോ മെനി ബാങ്ക്സ് ഗിവിംഗ് എഡ്യൂക്കേഷൻ ലോൺ. അപ്പൊ തന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കി തരുന്നതാണ്. ബിക്കോസ് ദേ നോ നിങ്ങൾ ഈ ഒരു 2 years അല്ലെങ്കിൽ ഈ 5 years കോഴ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ ലൈക്ക് യു വിൽ ബി ഏബിൾ ടു റീപേ ഇറ്റ് ബാക്ക്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സ്റ്റാർട്ടിങ് ഒരു സാലറി പാക്കേജ് തന്നെ അത്രയും ഹൈ ആണ് എന്നുള്ളത് ഈ ഒരു ബാങ്ക്സിനും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ ദേ വിൽ ബി റെഡി ടു ഗിവ് ഇൻസ്റ്റന്റ് എഡ്യൂക്കേഷൻ ലോൺസ് വിത്ത് ലെസ് ഇൻട്രസ്റ്റ് ഓർ സീറോ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതാണ് ഈ കോഴ്സിന്റെ കോഴ്സ് ഫീസിന്റെ ഡീറ്റെയിൽസ്. IIM ഇൻഡോർ വളരെ ഒരു ഇമ്മേഴ്സീവ് ലേണിംഗ് അറ്റ്മോസ്ഫിയർ ആണ് ഒരു സ്റ്റുഡന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്റേൺഷിപ്സ് ചെയ്യുവാനും അതുപോലെ തന്നെ കുറെ ഔട്ട്റീച്ച് ഔട്ട്ബൗണ്ട് പ്രോഗ്രാംസും IIM ഇൻഡോറിന്റെ കരിക്കുലത്തിന്റെ ഭാഗമാണ്. സോ ആദ്യമായിട്ട് അവർക്ക് ഒരു സോഷ്യൽ ഇന്റേൺഷിപ്പ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യണം അറ്റ് ദി എൻഡ് ഓഫ് year 2. And after that, between 4th and 5th year, അതായത് നിങ്ങളുടെ PGPയിൽ
അല്ലെങ്കിൽ MBA പ്രോഗ്രാമിന്റെ ഇടയിൽ you have to do a business internship. And after that, third or fifth year, the student has the option of a student exchange program in ഈ foreign collaborations ഉള്ളപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മ്യൂണിക് സ്കൂൾ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ്, ജർമ്മനി, ഓസ്ട്രിയ, അങ്ങനെ പല യൂറോപ്യൻ കൺട്രികളിലും IIM ഇൻഡോറിന് കൊളാബറേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൂടെ തേർഡ് ഓർ ഫിഫ്ത് ഇയർ പോയി പഠിക്കാവുന്നതാണ്. പിന്നെ IIM ഇൻഡോറിന്റെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമാണ് ഈ റൂറൽ എൻഗേജ്മെന്റ് പ്രോഗ്രാം. ഇത് 2009 PGP സ്റ്റുഡൻസിലാണ് ഇത് മെയിൻ കരിക്കുലം ആയിട്ട് ഇത് ആദ്യം കൊണ്ടുവന്നത്. സോ ഇത് PGPയുടെ ഭാഗമായത് കൊണ്ട് തന്നെ IPMന്റെ സിലബസിലും ഇത് ഫോളോ ചെയ്യുന്നതാണ്. PGP ലെവലിൽ എത്തുമ്പോൾ IPM സ്റ്റുഡന്റിനും ഈ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഈ റൂറൽ എൻഗേജ്മെന്റ് പ്രോഗ്രാമിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇസ് ടു സെൻസിറ്റൈസ് സ്റ്റുഡൻസ് ടുവേർഡ്സ് ദ വേരിയസ് ഗവൺമെന്റ് സ്കീംസ് അണ്ടർടേക്കൺ ഇൻ ദ വില്ലേജസ്. അപ്പോൾ വാട്ട് ദീസ് സ്റ്റുഡൻസ് ഡു, these students are divided into different groups, and basically it covers the districts in Madhya Pradesh, and they go to these districts and they study, analyze and submit a report regarding the implementation and effectiveness of the program. Appo based on this report they can give recommendations and suggestions on how to improve the implementation of the policy. They can give it to both in the district level or the at the village level as well. അപ്പോൾ ഈ റൂറൽ എൻഗേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഈ കോഴ്സിൽ IIM ഇൻഡോറിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻ റിയൽ ലൈഫ് ഇത് അപ്ലൈ ചെയ്ത് ഫോർമുലേറ്റ് ചെയ്ത് ഒരു സൊല്യൂഷനിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് ഈ റൂറൽ എൻഗേജ്മെന്റ് പ്രോഗ്രാം. അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഹിമാലയ ഔട്ട് ബൗണ്ട് പ്രോഗ്രാം. ഇതാദ്യം 2010 ഒരു ട്രയൽ ബേസിസിലാണ് IIM ഇൻഡോർ ആദ്യം ലോഞ്ച് ചെയ്തത്. അതിനുശേഷം ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ് കാരണം ഇത് ഒരു കമ്പൽസറി പ്രോഗ്രാം ആയിട്ട് സിലബസിൽ ഇത് ആഡ് ചെയ്യുകയാണ് ഉണ്ടായത്. സോ ഈ ഹിമാലയ ഔട്ട് ബൗണ്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി എ വീക്ക് ലോങ് എക്സ്കർഷൻ, ആൻഡ് ഇത് പോകുന്നത് നൈനിതാളിലോട്ടാണ്. അതുകൊണ്ടാണ് ഈ ഹിമാലയ ഔട്ട് ബൗണ്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ഹിമാലയ ഔട്ട് ബൗണ്ട് പ്രോഗ്രാമിലൂടെ IIM ഇൻഡോർ ഒരു സ്റ്റുഡന്റിന്റെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആൻഡ് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പ്യൂർലി അക്കാഡമിക്സ് അല്ല. ഇവിടെ കൂടുതലും നിങ്ങൾക്ക് കുറെ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, കുറെ അഡ്വഞ്ചർ സ്പോർട്സ്, കുറെ ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ഇതെല്ലാം തരും. ബിക്കോസ് ഇൻ ഓർഡർ ടു ടെസ്റ്റ് യുവർ ലീഡർഷിപ്പ്, മാനേജീരിയൽ ആൻഡ് ഒരു ടീം വർക്ക് ഡൈനാമിക്സ് നിങ്ങളൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാമിലൂടെ ഒരു ഉദ്ദേശിക്കുന്നത്. സോ ഈ പ്രോഗ്രാമിൽ ഇൻ വൺ വേ യു വിൽ ബി ഹാവിംഗ് ഫൺ, ബിക്കോസ് നിങ്ങൾക്ക് ട്രെക്സിന് പോകാം, പിന്നെ കുറെ കോമ്പറ്റീഷൻസ് ഉണ്ടാകും, കുറെ അഡ്വഞ്ചർ സ്പോർട്സ് ഉണ്ടാകും, അല്ലാതെ കുറെ ആക്ടിവിറ്റീസ്. സോ ഒരു സൈഡിൽ നിങ്ങൾക്ക് അഡ്വഞ്ചർ സ്പോർട്സും കാര്യങ്ങളും ഉണ്ടാവും, വേറൊരു സൈഡിൽ നിങ്ങളൊരു സോഷ്യൽ വർക്കിന്റെ ഒരു ഇതും കൂടി നിങ്ങളുടെ ഉള്ളിൽ ഇംബൈബ് ചെയ്യാനും കൂടി ഈ പ്രോഗ്രാമിലൂടെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ പോകുന്നത് അവിടെയുള്ള വില്ലേജസ് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ നിങ്ങളുടെ എക്സ്പെർട്ടീസ് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ പ്രോഗ്രാമിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഈ ഒരു പ്രോഗ്രാമിൽ ഈവൻ ദോ യു ആർ ഹാവിംഗ് ഫൺ അല്ലെങ്കിൽ എൻജോയിങ്, യു ആർ കോൺസ്റ്റന്റ്ലി ബീങ് ഇവാലുവേറ്റഡ്. അപ്പോൾ നിങ്ങൾ ഇവാലുവേഷൻ നടക്കുന്നത് ഇറ്റ് ഈസ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ഇന്ത്യ ഹൈറ്റ്സ് ടീം, and each student will be graded on process compliance, leadership skills, out of the box thinking, quality of work, പിന്നെ initiative, team work, etc. ഈ എല്ലാ കേപ്പബിലിറ്റീസും വെച്ചായിരിക്കും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇതൊരു 4 ക്രെഡിറ്റ് കോഴ്സ് ആണ്. അതിന് നിങ്ങൾക്ക് ഗ്രേഡ് നൽകുന്നത് ഇതെല്ലാം ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് IIM ഇൻഡോർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇമ്മേഴ്സീവ് ലേണിംഗ് പ്രോഗ്രാം. സോ വി ഹാവ് a social internship, we have a business internship, we have a student exchange program, we have a rural engagement program, and then we finally have this Himalaya outbound program. ഇനി അഗൈൻ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് IIM ഇൻഡോറിൽ നിന്നും ഈ കോഴ്സ് എടുത്തതിന് ശേഷം നിങ്ങൾ പ്ലേസ്മെന്റിനെ പറ്റിയിട്ട്. IIM ഇൻഡോറിൽ ഒരു IIM എന്നൊരു ടാഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 100% പ്ലേസ്മെന്റ് എന്തായാലും ഉറപ്പാണ്. അല്ലെങ്കിൽ ഇഫ് യു ആർ സ്റ്റേയിങ് അവേ ഫ്രം പ്ലേസ്മെന്റ് അത് വേറെ കാര്യം. പക്ഷെ അല്ലാതെ ഒരു IIM ഇൻഡോറിൽ നിന്നും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് ഒരു പ്ലേസ്മെന്റ്, ഒരു ടോപ്പ് കമ്പനിയിൽ ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളതും ഭയങ്കര അറ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇത് സമ്മർ പ്ലേസ്മെന്റ്, നിങ്ങളെ സമ്മർ ഇന്റേൺഷിപ്പിന്റെ പ്ലേസ്മെന്റിന്റെ ഒരു സ്റ്റൈപ്പൻഡിന്റെ ഒരു ലെവലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ
ഈ ഒരു സ്റ്റുഡന്റ് ഫൈനൽ പ്ലേസ്മെന്റ് അല്ല, ഇത് വെറും സമ്മർ പ്ലേസ്മെന്റ് മാത്രം. സോ ഇവിടെ ഹയസ്റ്റ് സ്റ്റൈപ്പൻഡ് വരുന്നത് 3.2 lakh പെർ ആനമാണ്. സോ അതായത് ഒരു മന്ത്ലി യു ഗെറ്റ് അറൌണ്ട് 26,000 27,000 ആ ഒരു റേഞ്ചിൽ. ആൻഡ് നിങ്ങൾക്ക് ഹയസ്റ്റ് സ്റ്റൈപ്പൻഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആവറേജ് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് 1.8 lakh ആണ്. അതെന്ന് പറയുന്നത് ഒരു മിനിമം 15,000 സ്റ്റൈപ്പൻഡ് എന്തായാലും നിങ്ങൾക്ക് ഉറപ്പാണ്. ആൻഡ് ഈ ടോപ്പ് 100 സ്റ്റുഡൻസിൽ തന്നെ അവരുടെ ആവറേജ് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നതും 2.95 lakh പെർ ആനം, അഥവാ ഒരു ക്ലോസ് ടു 24,000-25,000 റേഞ്ചിലായിരിക്കും നിങ്ങളൊരു സമ്മർ പ്ലേസ്മെന്റിന് നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡ്. ഇത് വെറും സമ്മർ പ്ലേസ്മെന്റ് ആണ്. ഇനി ഫൈനൽ പ്ലേസ്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും കൂടി നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ ഈ IPM കോഴ്സിന് ശേഷം നിങ്ങൾ IPM ഫസ്റ്റ് 3 ഇയേഴ്സും ഫൈനൽ 2 ഇയേഴ്സ് PGP MBA കോഴ്സിന് ശേഷം നിങ്ങളുടെ ഫൈനൽ പ്ലേസ്മെന്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബേസിക് ഒരു സാലറി പാക്കേജ് അല്ലെങ്കിൽ ഒരു CTC നമുക്ക് ഇവിടെ കാണാം. ഹയസ്റ്റ് CTC IIM ഇൻഡോറിൽ ഓഫർ ചെയ്തിട്ടുള്ളത് 56.8 lakh പെർ ആനം ആണ്. അത് അങ്ങനെ പറഞ്ഞാൽ ഒരു മന്ത്ലി ഒരു 4,75,000, അതായത് ക്ലോസ് ടു 5 lakh പെർ മന്ത്. അതാണ് ഇവിടുത്തെ ഹയസ്റ്റ് ഓഫർ ചെയ്ത CTC. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഹയസ്റ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങളൊരു ആവറേജ് CTC എന്ന് പറയുന്നത് 23.6 lakh പെർ ആനമാണ്. അപ്പോൾ അത് ആവറേജ് എടുത്താലും തന്നെ യു ഗെറ്റ് ക്ലോസ് ടു ഒരു 2 lakh പെർ മന്ത് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എൻ ആവറേജ്, അതായത് ബാക്കിയെല്ലാം കൺസിഡർ ചെയ്തിട്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ടോപ്പ് 100 സ്റ്റുഡൻസ്, ടോപ്പ് 100 സ്റ്റുഡൻസിന്റെ ഒരു ആവറേജ് CTC എന്ന് പറയുന്നത് 33 lakh പെർ ആനമാണ്. സോ ദാറ്റ് ഈസ് അഗൈൻ ഒരു 3 lakh പെർ മന്ത് എന്നുള്ളൊരു രീതിയിലാണ് അതും വരുന്നത്. സോ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് IIM-ൽ നിന്നും PG കംപ്ലീറ്റ് ചെയ്യാനും അതായത് MBA കംപ്ലീറ്റ് ചെയ്യാനും ഈ IPM പ്രോഗ്രാം ഒക്കെ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഇത്രയും ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് ഈ പ്ലേസ്മെന്റ്സിന്റെ ടോപ്പ് റിക്രൂട്ടേഴ്സ് ഒരു ഡൊമൈൻ വൈസ് ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. സോ ഇൻ കൺസൾട്ടിംഗ് വി ഹാവ് BCG, Deloitte, EY and McKinsey & Company. In finance, we have Barclays, Goldman Sachs, JP Morgan and Bank of America. In general management and HR operations, we have ACT, Amazon, Cipla, JSW Steel, LT, etc. And then in sales and marketing, the top recruiters were Asian Paints, Bajaj, Hindustan Unilever, Hindware, L'Oreal, etc. And in IT and analytics, the top recruiters were American Express, Microsoft, Paytm, Walmart, Yes Bank. First-time recruiters such as PhonePe, SBI Capital Markets, Tata AIA and Tata Consumer Products, Total, etc. ഇനി നമ്മൾ ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തതിനു ശേഷം ഇനി എങ്ങനെയാണ് IIM-ൽ ഈ IPM കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കുക എന്നത് മനസ്സിലാക്കാം. അപ്പോ ഈ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷനെ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഇനി നമ്മളുടെ ഈ സീരീസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കോഴ്സിനെ പറ്റിയും ഈ കോഴ്സിന്റെ എക്സാംസിനെ പറ്റിയും ഇനിയും വീഡിയോസ് ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് 3 സ്റ്റെപ്സ് ആണ് ഇതിനുള്ളത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ദി ആപ്ലിക്കേഷൻ ഫോം. ആൻഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഷുഡ് മീറ്റ് ദി എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് യു ഷുഡ് ഹാവ് 60% മാർക്സ് ഇൻ യുവർ 10th സ്റ്റാൻഡേർഡ് ആസ് വെൽ ആസ് ദ പാസ് ഇൻ യുവർ 12th സ്റ്റാൻഡേർഡ്. ആൻഡ് ഇവർ അക്കാഡമിക്സ് മാത്രമല്ല നോക്കുന്നത്, മൊത്തത്തിൽ നിങ്ങളൊരു അസസ്മെന്റും കൂടി നോക്കും. മൊത്തത്തിൽ നിങ്ങളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അല്ലാതെയുള്ള ഇതും കൂടി ഇവർ ഈ ആപ്ലിക്കേഷനിൽ ചോദിക്കുന്നതാണ്. അതിനുശേഷം യു ഹാവ് ടു റൈറ്റ് ദി IP MAT. IP MAT എന്ന് പറയുന്നത് IPM ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ IP MAT ഇൻഡോർ എക്സാം ആണ് നിങ്ങൾ എഴുതേണ്ടത്. ആൻഡ് ഈ IP MAT ഇൻഡോർ പാസ്സായാൽ മാത്രമേ നിങ്ങൾ അതിൽ നിന്നും അതിനുശേഷമുള്ള സ്റ്റെപ്പ്, അതായത് പേഴ്സണൽ അസസ്മെന്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂവിലേക്ക് നിങ്ങൾക്ക് കോള് വരുന്നത്. ആൻഡ് ഫൈനലി ഇന്റർവ്യൂ കൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു കോമ്പോസിറ്റ് സ്കോർ തരുന്നതായിരിക്കും. IP MAT-ന്റെ സ്കോറും ഈ പേഴ്സണൽ അസസ്മെന്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ സ്കോറും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ IIM ഇൻഡോറിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് IIM ഇൻഡോറിൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആൻഡ് മാനേജ്മെന്റിനെ പറ്റി ഒരു ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങളുടെ കോഴ്സ് ഡിസൈൻ, ബേസിക് ഡിസൈൻ നിങ്ങൾ മനസ്സിലാക്കി. പിന്നെ ഇതിൽ നിന്നുള്ള ഇമേഴ്സീവ് ലേണിംഗ് അല്ലെങ്കിൽ ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, ഇന്റേൺഷിപ്സ് നിങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഫൈനലി ഹൗ ടു ഗെറ്റ് ഇൻ ടു IPM at IIM എന്നുള്ളതിന്റെയും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടി.
ഇനി ഇതിനുശേഷം നമ്മളുടെ ചാനലിൽ വീണ്ടും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ എക്സാം പ്രോസസ്സിനെ പറ്റിയും സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയും കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. സോ എല്ലാവരും ഈ ഒരു അവസരം പാഴാക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. +2 ശേഷം ഒരു IIM-ൽ ഡയറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ബിക്കമിങ് മച്ച് ഈസി ബിക്കോസ് ഇതുവരെ IIM ഇൻഡോറിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കൊല്ലം മുതൽ 5 IIM-കളിലും കൂടി ഈ IPM പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പല പല വീഡിയോസ് ആയിട്ട് ഓരോ IIM-നെ പറ്റിയും അവരുടെ പ്രോസസ്സിനെ പറ്റിയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നതാണ്. സ്കൂൾ ടു IIM IPMAT JIPMAT ഓൺലൈൻ കോച്ചിംഗ് പ്രോഗ്രാം +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. Download the School to IIM app now. For more details, you can contact us using the links below.